ഇടക്കാലത്ത് യൂട്യൂബിൽ താരമായിരുന്ന ഒരാളുണ്ടല്ലോ, തൊപ്പി എന്ന നിഹാദ്. ഇപ്പോൾ കേൾക്കുന്നൊരു ന്യൂസ്, രാസലഹരി കേസിൽ യൂട്യൂബ് താരം തൊപ്പി ഒളിവിൽ. മുൻകൂർ ജാമ്യം തേടി തൊപ്പി കോടതിയെ സമീപിച്ചു എന്നാണ് അറിയുന്നത്. ഒപ്പമുണ്ടായിരുന്നതോ 3 പെൺകുട്ടികൾ. മുൻകൂർ ജാമ്യം ഈ പെൺകുട്ടികളും തേടിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. പാലാരിവട്ടം പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് തൊപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ നിന്ന് പോലീസ് രാസലഹരി പിടികൂടിയത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് അവിടെ റെയ്ഡ് നടത്തിയതും രാസലഹരി പിടികൂടിയതും. തൊപ്പിയുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ 8 പേരാണ് ഈ ഗ്യാങ്ങിലുണ്ടായിരുന്നത്. തൊപ്പിയും മറ്റു 3 പേരും ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന ശിക്ഷയാണ് ഈ രാസലഹരി പിടിച്ചതിൻ്റെ ശിക്ഷ. തൊപ്പി എന്ന നിഹാദ് ഉൾപ്പെടെ 8 പേരാണ് രാസലഹരി ഉപയോഗിച്ചത്. തൊപ്പിയുടെ കൂടെ ഉണ്ടായിരുന്നത് 3 പെൺകുട്ടികളും. പോലീസ് സംഘം രഹസ്യവിവരത്തെ തുടർന്ന് റെയ്ഡ് നടത്തിയാണ് രാസലഹരി പിടിച്ചത്. ആ പിടിച്ച രാസലഹരി MDMA ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തൊപ്പിയുടെ ഡ്രൈവർ ജാബിർ ആ സ്ഥലത്തെ പ്രധാന രാസലഹരി സപ്ലൈ ചെയ്യുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. തൊപ്പി എന്ന് പറയുന്ന ഒരു നിഹാദ് എന്ന് പറയുന്ന ആ ഒരു പയ്യൻ കോളിളക്കം പോലെയായിരുന്നു യൂട്യൂബിലുണ്ടായിരുന്നത്. കൂടുതലും തൊപ്പിയെ സ്നേഹിച്ചതും തൊപ്പിയെ ആരാധിച്ചിരുന്നതും ചെറിയ കുട്ടികളായിരുന്നു. എന്തായിരുന്നു തൊപ്പിക്ക് വേണ്ടിയിട്ട് എല്ലാവരും സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. ഒരു സമയത്ത് അവൻ സ്നേഹിക്കുന്ന പെണ്ണിനെ കൊണ്ടുവന്നും വളരെ മോശമായ രീതിയിലുമൊക്കെ അവൻ യൂട്യൂബിൽ ഓരോ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് എന്താണ്, ഓരോരുത്തരും ചെറിയൊരു പേര് വരുമ്പോഴത്തേക്ക് ഇതുപോലെ രാസലഹരിയും കഞ്ചാവും അതൊക്കെ ആയിട്ട് ജീവിതം ഇങ്ങനെ കൊണ്ടുപോകുന്നു. എന്നാൽ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് 3 പെൺകുട്ടികൾ. ഈ കുട്ടികളെ ഒന്നും വീട്ടിലാരും ശ്രദ്ധിക്കുന്നില്ലേ എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു രാസലഹരിയൊക്കെ ഉപയോഗിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ ഈ അമ്മമാരും മാതാപിതാക്കളൊന്നും ഇതറിയുന്നില്ലേ? എങ്ങനെയാണ് ഇങ്ങനെയുള്ളൊരു തൊപ്പിയുടെ കൂടെയൊക്കെ ഈ പെൺകുട്ടികളും എത്തിച്ചേരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. കാലം എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോൾ പണവും പ്രശസ്തിയും വിദ്യാഭ്യാസമൊക്കെ കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച് ഹെൽത്ത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ജോലിയിൽ ശ്രദ്ധിക്കുക. അതിനേക്കാൾ നമ്മളിപ്പോൾ കേൾക്കുന്നത് കഞ്ചാവ്, മയക്കുമരുന്ന്, ഇതൊക്കെയാണ് കൊലപാതകം, ഇതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ? കുറേയൊക്കെ വീട്ടിലുള്ള ശ്രദ്ധക്കുറവ് കൊണ്ടും എന്ന് നമുക്ക് പറയാം, കുറ്റപ്പെടുത്താം. എന്നാലും തൊപ്പിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് കേൾക്കുമ്പോൾ ആ സ്ഥലത്തെ പ്രധാന സപ്ലയറാണ് തൊപ്പിയുടെ ഡ്രൈവർ ജാബിർ എന്ന് കേൾക്കുന്നു. അപ്പോൾ എപ്പോഴും ഇത് ഇപ്പോൾ പിടിച്ചു എന്നേ ഉണ്ടാവുള്ളൂ. ഇവർ ഉപയോഗിക്കുന്നത് മാത്രമായിരിക്കില്ലല്ലോ, പരിചയമുള്ള കുട്ടികൾക്കും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു കണ്ണി തന്നെ ആയിരിക്കാം ഇവരും. അതുപോലെ തന്നെ ഈ പെൺകുട്ടികളും ഇതുപോലെ ഉപയോഗിക്കുന്നത് മാത്രമാണോ? അല്ലെങ്കിൽ അവർ യൂസ് ചെയ്തിട്ട് അവർ കോളേജിലൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ടോ? അല്ല അവർക്ക് പരിചയമുള്ള എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ? ഒന്നും അറിയുന്നില്ലല്ലോ. പിന്നെ ഇത് 10 വർഷം തടവ് ശിക്ഷ ലഭിക്കുന്ന ഒരു കേസാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പിടിച്ചവരൊക്കെ 10 വർഷം തടവ് ശിക്ഷ അനുഭവിക്കുന്നുണ്ടോ? കുറച്ച് പണം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ ഊരിപ്പോരുമല്ലേ ചെയ്യുന്നത്? എന്തൊരു പാവപ്പെട്ട ഒരു കുടുംബം പോലെയാണ് നമ്മൾ തൊപ്പിയെ കണ്ടിരുന്നത്. ആ തൊപ്പിയും നല്ല രീതിയിൽ അത് ഉപയോഗിച്ച് കുടുംബത്തിനെ നോക്കി നല്ല രീതിയിൽ പോവുകയല്ല ചെയ്യുന്നത്. ഇതുപോലെ മയക്കുമരുന്നും ഇതിലൊക്കെ അടിമപ്പെട്ടിട്ട് ജീവിക്കുക ചെയ്യുന്നത്. ഇപ്പം പിടിച്ചതുകൊണ്ട് പുറം ലോകം അറിഞ്ഞു. എന്തായാലും ഇങ്ങനെ ഇതൊന്നും നമ്മുടെ കേരളത്തിൽ നിന്നെങ്കിലും ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ പോലും പറ്റാതെ ദിനം പ്രതി ഇത് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെയുള്ള വാർത്തകളല്ലേ നമ്മൾ കേൾക്കുന്നത്.